ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഹെയർ ഗ്രേ കളർ ആവുന്നത്. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഹെയർ ഗ്രേ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ നോക്കി ഒന്നും അങ്ങനെ വർക്കൗട്ട് ആയില്ല. പിന്നീട് ഞാൻ എത്തിയത് ഹെന്ന പാക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഹെന്ന പാക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് 100% റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഹെന്ന പാക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ ഡേ 2 നമ്മൾ നീലാമേരി പാക്ക് അപ്ലൈ ചെയ്യുന്നു. അതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സൈഡ് എഫക്ട്സും വേറെ ഒന്നും നമുക്ക് സംഭവിക്കില്ല. നല്ല നാച്ചുറലായിട്ട് നമ്മുടെ മുടി നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനത് 2 സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. 2 ദിവസമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഒരു ദിവസം തന്നെ നമുക്ക് 2 പ്രാവശ്യം നമ്മുടെ ഹെയർ വാഷ് ഔട്ട് ചെയ്യാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ സോ നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. 100% റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം കേട്ടോ. 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ഹെന്ന പൗഡർ. ഞാൻ ബഞ്ചാറാസിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേയില വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 3-4 സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഒരു ഹാഫ് പോർഷൻ ലെമണും പിന്നെ ഒരു ഫുൾ കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫുൾ കോഴിമുട്ട ഇതിലേക്ക് ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ അത് മിക്സ് ചെയ്യണം. വല്ലാണ്ട് ലൂസ് കൺസിസ്റ്റൻസി ആവാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. എന്നാലേ ഇതിൽ തലയിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ലുക്ക്. ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഒരുപാട് ഗ്രേ ഹെയർ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. ഷാമ്പൂ, കണ്ടീഷണറോ ചെറുപയർ പൊടിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം കണ്ടില്ലേ, ഗ്രേ ഹെയർ മാറിയിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ദെൻ ഡേ 2 നമ്മൾ സ്റ്റെപ്പ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നീലാമേരിപ്പൊടി, ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേയില വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് 2 മാത്രമേ ഉള്ളൂ. ഇത് തേക്കുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് മാത്രം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ഇതൊരു ബ്ലാക്ക് കളർ ഡൈൻ്റെ രൂപത്തിലായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എവിടെയൊക്കെയാണ് ഗ്രേ ഹെയർ വന്നിട്ടുള്ളത് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 മുതൽ 3 മണിക്കൂർ വരെ ഇത് തലയിൽ വെക്കാം കേട്ടോ. ഞാനൊരു 2.5 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകി കളയാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാമ്പുവോ കണ്ടീഷണറോ ചെറുപയർ പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ 2.5 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കഴുകി കളഞ്ഞത്. നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ ഹെയർസൊക്കെ. ഇതെന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.